തദ്ദേശ വാർഡ് വിഭജന ബില്ലിൽ ഗവർണർ ഒപ്പുവെച്ചു. ബിൽ പ്രകാരം തദ്ദേശ സ്ഥാപനങ്ങളിലെല്ലാം ഓരോ വാർഡുകൾ കൂടുന്നതാണ് ബില്ല്. കൂടുതൽ വിവരങ്ങളുമായി എസ് ഷീജ ചേരുകയാണ്. ഷീജ, ഒരു തവണ മടക്കിയച്ച ബില്ലാണ് ഇപ്പോൾ ഗവർണർ ഒപ്പുവെക്കുന്നു. എങ്ങനെയാണ് വിവരങ്ങൾ? ഏതായാലും തദ്ദേശ വാർഡ് വിഭജന ബില്ല് അതിനാണ് ഇപ്പോൾ ഗവർണർ അംഗീകാരം നൽകിയിരിക്കുന്നത്, അനുമതി നൽകിയിരിക്കുന്നത്. അതിൽ ഒപ്പുവെച്ചിരിക്കുന്നു. നേരത്തെ ഇത് ഓർഡിനൻസായി ഗവർണർക്ക് മുന്നിലെത്തിയപ്പോൾ ആ ഓർഡിനൻസ് ഗവർണർ ഒപ്പിടാതെ മടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. തുടർന്ന് ഇത്തവണത്തെ, അതായത് ഇപ്പോൾ പുരോഗമിക്കുന്ന നിയമസഭാ സമ്മേളനം, ഈ സമ്മേളനത്തിന്റെ ആദ്യ ദിവസമാണ് ബില്ല് പരിഗണിച്ചിട്ടുണ്ടായിരുന്നത്. ബില്ല് സഭ പാസാക്കിയത് നമുക്കറിയാം. ആദ്യ ദിവസമൊക്കെ പ്രതിപക്ഷത്തിന്റെ അതിശക്തമായ പ്രതിഷേധമായിരുന്നു സഭയിൽ ഉണ്ടായിരുന്നത്. ഇതേ തുടർന്ന് ചർച്ചകൾ നടത്താതെ ബില്ല് പാസ്സാക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. പക്ഷേ ഇതിനു മുൻപ് സഭയിൽ അവതരിപ്പിച്ച ബില്ലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതിൽ കാര്യമായ മാറ്റങ്ങൾ ഇല്ലാതെ വരുന്ന ബില്ല് എന്നുള്ളത് കൊണ്ട് തന്നെ ചർച്ചകൾ കൂടാതെ പാസ്സാക്കുന്നതിൽ അതിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല എന്നുള്ളത് മന്ത്രി എം പി രാജേഷും വ്യക്തമാക്കിയിരുന്നു. ഏതായാലും സഭ പാസ്സാക്കിയ ബില്ല്, അതിനാണ് ഇപ്പോൾ ഗവർണർ അംഗീകാരം നൽകിയിരിക്കുന്നത്. തദ്ദേശ വാർഡ് വിഭജന ബില്ലിൽ ഗവർണർ ഒപ്പുവെച്ചിരിക്കുന്നു. എസ് ഷീജ വിവരങ്ങൾ നൽകിയത്.